പാകിസ്ഥാനിൽ പോയി വ്ലോഗ് ചെയ്തിട്ടുള്ള ആദ്യത്തെ മലയാളി എന്ന് പറയുന്ന ലേബലും ഷെറിനുള്ളതാണ്. അങ്ങനെ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോവാണ്. ഇത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പാണ് ഈ സംഭവമൊക്കെ നടക്കണം. അപ്പോൾ എനിക്കാദ്യം വലിയ വിശ്വാസം ഉണ്ടായില്ല, ഇവർ വലിയ ഉടായ്പാണോ, കാരണം പാകിസ്ഥാനിലോട്ട് അങ്ങനെ പോകാൻ പറ്റുമോ. ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. വാഗ അതിർത്തി ക്രോസ് ചെയ്താൽ പോകണം. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ആള് നമുക്ക് പാസ്പോർട്ട് തരുന്നത്. അപ്പോഴാണ് പാസ്പോർട്ട് തുറന്ന് നോക്കുമ്പോൾ വിസയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാനിലോട്ട് കാല് കുത്താൻ പോവാണ്. പലരും പറയും പാകിസ്ഥാൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ രാജ്യങ്ങൾ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ആൾക്കാർ ഇങ്ങനെ പറയും. കുറേയൊക്കെ ഒരു മിഥ്യാധാരണയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് വിസ തരുമ്പോൾ തന്നെ വിസയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പറ്റുള്ളൂ. ഏറ്റവും ദരിദ്രവനാണെന്ന് തോന്നുന്ന ആൾ പോലും ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ആ ഒരു സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരാണ്. ചിലവർ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ ഭയങ്കര പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പാകിസ്ഥാനിൽ ബോർഡർ പോയി അകത്തേക്ക് പോയി തിരിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന നിമിഷത്തിൽ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ നമ്മൾ തിരിച്ചെത്തി. നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട സ്ഥലമാണ് ഐസ്വാൾ, മിസോറാമിൻ്റെ ക്യാപിറ്റൽ. ഭയങ്കര രസമാണ് ആ സിറ്റി കാണാൻ. പുഷ്പ കണ്ടിട്ടുണ്ട്, ഹിന്ദി വെർഷൻ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. സൗത്ത് ഇന്ത്യൻ ആണെന്നും കൂടി പറയുമ്പോൾ ഇവർക്ക് അറിയാം സൗത്ത് ഇന്ത്യൻ മൂവിയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ പടം ഇതും കാണിച്ചു തരും. പിള്ളേരടക്കം കുട്ടികളടക്കം ഇങ്ങനെ കാണിക്കും. ഞാൻ തന്നെ ഞെട്ടിപ്പോയതാ. പാകിസ്ഥാനിൽ ഈ ഇന്ത്യൻ പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മളിൽ പലർക്കും അത്തരം യാത്രകൾ നടത്തുന്ന വ്ലോഗർമാരുടെ വീഡിയോകൾ കാണാനും ഇഷ്ടമാണ് അല്ലേ? നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആ വീഡിയോയിലൂടെ ഈ വ്ലോഗർമാർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത്തരത്തിലൊരു വ്ലോഗറാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തുന്നത്. പോകുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എണ്ണത്തിലല്ല കാര്യം, മറിച്ച് മനോഹരവും ചരിത്ര പ്രസിദ്ധവുമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുക എന്ന നിലപാടുള്ള ആളാണ് ഇദ്ദേഹം. യൂട്യൂബർ, വ്ലോഗർ, കേരളം മുതൽ അന്റാർട്ടിക്ക വരെ പോയി ഒരുപാട് വീഡിയോസ് കാണിച്ച് നമ്മളെ ത്രില്ലടിപ്പിച്ചിട്ടുള്ള ഷെറിനാണ് നമ്മുടെ അതിഥി. നമസ്കാരം ഷെറിൻ. ഹായ്. അപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഷെറിനെ കുറിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വീഡിയോസിലൂടെ ഭയങ്കര സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് ട്രാവൽ വ്ലോഗേഴ്സ് ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു പണ്ട് ഒരു 2018 ഒക്കെ ഒരു കാലഘട്ടത്തിലായിരിക്കില്ലേ സൈക്കിൾ കൊണ്ട് തേരാപ്പാര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 2020 ആ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഒരു ചെറിയൊരു വ്ലോഗ് പോലെ അല്ലേ സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിയുടെ പല ആംഗിളിൽ നിന്ന് സെലിബ്രിറ്റീസിന്റെ വീടുകളുടെ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്ന് തുടങ്ങിയ ഒരാൾ ഇന്നിപ്പോൾ ഇന്റർനാഷണൽ ട്രാവൽ വ്ലോഗറായിട്ട് നിൽക്കുന്നു. അത് എടുത്തു പറയേണ്ടത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്, വ്യക്തിയാണ്. ഇത്രയും ഒരു ട്രാവലൊക്കെ നടത്തിയിട്ടുള്ളത് ഒരു പാഷൻ കൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പല കോണ്ടിനെന്റുകളിൽ കിടക്കുന്ന പല സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അന്റാർട്ടിക്ക എന്ന് പറയുന്ന അത്രയും വലിയൊരു ഭൂഖണ്ഡത്തിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ നോർത്ത് കൊറിയയുടെ ചില സൈഡുകൾ ചൈനയിൽ നിന്നും ഒക്കെ ആയിട്ട് കണ്ടു. ഇനി ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വീഡിയോസിൽ നമ്മൾ പാകിസ്ഥാനിൽ നിന്നുള്ള വീഡിയോ ആണ്. പാകിസ്ഥാനിൽ പോയി വ്ലോഗ് ചെയ്തിട്ടുള്ള ആദ്യത്തെ മലയാളി എന്ന് പറയുന്ന ലേബലും ഷെറിനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നുള്ളത് മാത്രമല്ല, ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും. നമ്മൾ ഇവിടെ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ പറത്തുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാം. അപ്പോൾ പറയൂ ഷെറിൻ, എങ്ങനെയാണ് ആ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം എന്തായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ തേരാപ്പാര എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് ചെയ്തത്. പക്ഷെ അതിനു മുമ്പേ നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ വന്ന ശേഷമാണ് നമ്മളെ കുറച്ചുപേരെ അറിയാനൊക്കെ തുടങ്ങി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ടൈമായിരുന്നു. ആ സമയത്താണ് കൊച്ചിയിലെ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. എന്നുവെച്ചാൽ ആ ഒരു ഗ്രോത്ത് അവിടെ നിന്നാണ് നമ്മുടെ ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം പിന്നീട് നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ പോകാൻ പറ്റി, ആൾക്കാർ പിന്നെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. ഈ ഫേസ്ബുക്കിലൂടെയാണ്. അപ്പം ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അത് ഫേസ്ബുക്കിൽ എനിക്ക് ഓരോരുത്തർ ഷെയർ ചെയ്ത് തരികയാണ്. മമ്മൂട്ടിയുടെ വീടിന്റെ മുന്നിൽ നിന്ന് ഒരാൾ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ തന്നെയല്ലേ പോപ്പുലർ ആയിട്ടുള്ളത്? യൂട്യൂബും ഉണ്ട്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം, നമ്മളെല്ലാത്തിലും ഉണ്ട്. ലേറ്റസ്റ്റ് വീഡിയോന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു 10ഓളം വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ടുള്ള വ്ലോഗുകളാണ്. അവിടുത്തെ
അവിടുത്തെ ജനജീവിതം, അവിടുത്തെ കൾച്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ബാക്കിയുള്ള എല്ലാ രാജ്യത്തും പോകുന്ന പോലെയുള്ള ഒരു ട്രാവൽ വ്ലോഗ് നമ്മൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ശരിക്കും പാകിസ്ഥാനിലേക്ക് പോകാന്നുള്ളത് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണ്ട്. ആഗ്രഹമാണോ? കുറെ രാജ്യങ്ങളും കുറെ സ്ഥലങ്ങളും പോകണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു പാകിസ്ഥാൻ ട്രിപ്പ് പെട്ടെന്ന് റെഡിയായ സംഭവമാണ്. നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകണം എന്നുള്ള രീതി വന്നല്ല. അപ്രതീക്ഷിതമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വന്നു. നമ്മൾ പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ഒരു ഡൽഹിയിലൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ച് മധ്യപ്രദേശിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. വീഡിയോയിലൊക്കെ കൂടെയുള്ള കൂടെ കണ്ടു കാണും. അപ്പൊ ആ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഡൽഹിയിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ഏജൻസിയാണ് ഇത് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു വ്ളോഗർ തന്നെയായിരുന്നു ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ഇത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അപ്പൊ എനിക്കാദ്യം വലിയ വിശ്വാസം ഉണ്ടായില്ല, ഇവര് വലിയ ഉടായ്പാണോ, കാരണം പാകിസ്ഥാനിലോട്ട് അങ്ങനെ പോകാൻ പറ്റും. നമ്മൾ പൊതുവെ കേൾക്കുന്നത് അങ്ങനെ പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്, അങ്ങനെയാണ് എന്നൊക്കെയാണ്. വിസ കിട്ടുക എന്ന് പറയുന്നതും അത്ര ഈസി അല്ല എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ കേൾക്കുന്നത് തന്നെ. ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലെ വിസയുടെ ഡീറ്റെയിൽസ് ഒക്കെ, വിസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു. ഡൽഹിയിൽ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഉണ്ട്, അപ്പൊ അവിടെയാണ് ഇത് അപേക്ഷിക്കുന്നത്. എൻ്റെ വിസ ഫോം, പിന്നെ നമ്മുടെ എന്താണ് ആധാർ കാർഡ്, പാസ്പോർട്ട്, ബേസിക് സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ വലിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. സാധാ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു. ഒരു ഒരാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. എൻ്റെ പാസ്പോർട്ട് ഞാൻ അയച്ചു കൊടുത്തു. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യണം. പാസ്പോർട്ടിൽ ഒരു വിസ അടിച്ചതിന്റെ ഒരു ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നെ. അപ്പോഴും എനിക്ക് വിശ്വാസമായില്ല സത്യം പറഞ്ഞാൽ. അത് എനിക്ക് സ്ഥിരം വിസയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇത് അയച്ചു കൊടുത്തു. ഇത് പാകിസ്ഥാൻ തന്നെ ഒറിജിനൽ വിസയാണോ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അവർക്ക് പക്ഷെ അറിയത്തില്ല, ആരും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അപ്പോഴും എനിക്ക് പാസ്പോർട്ട് കൈ കിട്ടിയിട്ടില്ല. പാസ്പോർട്ട് എനിക്ക് കൈ കിട്ടണ മറ്റേ ഞാൻ പഞ്ചാബിൽ ചെല്ലുമ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണ അന്നേ തരത്തുള്ളൂ. അല്ലെങ്കിൽ അയച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ വാഗ അതിർത്തി ക്രോസ് ചെയ്താ പോണ. അവിടെ ചെന്നപ്പോഴാണ് അതിന്റെ ആള് നമുക്ക് പാസ്പോർട്ട് തരുന്നത്. അപ്പോഴാണ് ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കുമ്പോ വിസയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടി എന്നുള്ള തോന്നലുണ്ടോ? എനിക്ക് ഈസി ആയിട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആക്ച്വലി പോയത് ഒരു തീർത്ഥാടന ഗ്രൂപ്പിന്റെ ഒപ്പം. അത് സിഖ് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ടൂറാണ്. അപ്പൊ അങ്ങനെ പൊതുവെ അങ്ങനെ പോകുന്നതാണ്. എനിക്കൊണ്ട് കേരളത്തിൽ നിന്ന് അധികം പേര് പോകാത്തോണ്ടായിരിക്കും അതിനെ കുറിച്ച് അറിയാത്തത്. എനിക്ക് അറിയത്തില്ല ആരും എന്താ പോകാത്തത്. പക്ഷെ നോർമലി എല്ലാരും പോകുന്ന, പ്രത്യേകിച്ച് ഈ പഞ്ചാബ് സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വിസ കിട്ടി പോകാൻ പറ്റും. കാരണം അപ്പുറ സൈഡും പഞ്ചാബ്, ഇത് വിഭജനം നടന്ന സമയത്ത് ആ സൈഡും കുറെ ഗുരുദ്വാരകളുണ്ട്, ഇപ്പുറത്തുണ്ട്. ഇവിടെ ഉള്ളവർക്ക് അപ്പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട്, കുറെ പാകിസ്ഥാനികളെ കല്യാണം കഴിച്ചവര്, മിക്സ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ സ്ഥിരം ഈ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്ന, നമ്മളിത് കാണുന്നില്ലല്ലോ. ഞാനിങ്ങനെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നു, ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നു. ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാണ്. പക്ഷെ ഈ പ്രശ്നം നടന്ന ശേഷം എനിക്ക് ബോർഡറൊക്കെ അടച്ചു കാണും. ഇപ്പൊ തുറന്നോന്ന് എനിക്ക് അറിയത്തില്ല. അന്നത്തെ സമയത്ത് പോകുമ്പോഴത്തേക്കും അധികം കാര്യങ്ങളൊക്കെ പഠിച്ച് അറിഞ്ഞിട്ടൊക്കെ വേണ്ടി വരും. എനിക്ക് ശരിക്കൊരു ഭയങ്കരമായിട്ട് സാധാരണ യാത്രകൾ ഞാൻ ഫുള്ള് പ്രിപ്പയർ ചെയ്താ പോവാറ്. നമ്മൾ പോകുന്ന സ്ഥലം, അതിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കാറുണ്ട്. എങ്ങനെയാണ് സംഭവം. ഞാൻ ഒരു മാസത്തെ ട്രിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടായിരിക്കും പോവാം. കാരണം അത്രയും പ്ലാൻ ചെയ്താ പോകണം. പക്ഷെ ഈ ട്രിപ്പ് എനിക്ക് അത്ര ഇത് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. ഒന്നാമത് എന്റെ മാരേജ് ടൈമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 10ാം ദിവസം ഫസ്റ്റ് ട്രിപ്പ് പാകിസ്ഥാനിലോട്ടാ. അപ്പൊ അതിന്റെ കുറെ തിരക്കുകളും, അതും വൈഫിനെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക്. ഞങ്ങള് പിന്നീട് ആലോചിച്ച് എന്നാ പിന്നെ നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് പാകിസ്ഥാനിലോട്ട് ആക്കായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ പോയായിരുന്നു, എന്റെ ഒപ്പം വരായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് അതൊന്നും ആലോചിച്ചില്ല. ഈ എനിക്ക് തോന്നുന്നു ഈ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഷെറിന്റെ വീഡിയോകൾ കാണുന്നവർ തന്നെ പറയുന്നതാണ്, ജോഗ്രഫി ക്ലാസ്സിലിരിക്കുന്ന ഒരു പ്രതീതിയാണ് വീഡിയോകൾ കാണുമ്പോൾ. കാരണം അത്രയും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് വീഡിയോയിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് നേരത്തെ പ്രിപ്പറേഷന്റെ ഭാഗമാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിസ്റ്ററി ഒക്കെ, പഴയ ഹിസ്റ്ററിയും സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. അപ്പൊ ഇത് ഞാൻ പോയി കണ്ടാൽ മാത്രം പറയാം, നമ്മൾ കാണുമ്പോൾ
പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് അങ്ങനെ അതാണ് ഒരു കഴിവും കൂടെ വേണം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് ചുമ്മാ ഇതാണ് ആ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്തങ്ങ് പോവാം. അതാണ് എളുപ്പം. കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖം. പക്ഷെ നമ്മളൊരു അത് ഫുള്ള് ഷൂട്ട് ചെയ്ത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യണം. പിന്നെ അതിന്റെ ഹിസ്റ്ററിയും കൂടി പറഞ്ഞു കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഹിസ്റ്ററി പഠിക്കണം, ഇത് മൊത്തം റിസർച്ച് ചെയ്യണം, എന്തൊക്കെ ഉണ്ട്, തെറ്റിപ്പോവാനും പാടില്ലല്ലോ. പിന്നെ അതിരുന്ന് വോയിസ് ഓവർ ചെയ്യണം. കാരണം ആ സമയത്ത് ഇരുന്ന് ഞാനിത് മൊത്തം പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൃത്യമാണെന്നില്ല. അപ്പൊ ഞാനിത് വോയിസ് ഓവർ ആയിട്ട് പിന്നെ വീട്ടിൽ വന്നിരുന്ന് എഡിറ്റ് ഒക്കെ ചെയ്യണം. അപ്പൊ ഇത്രയും എഡിറ്റിംഗ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ഇത്തിരി ഡിലേ ആയിട്ടാണ് വീഡിയോ വരാറ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് എന്റെ വീഡിയോകളിൽ എപ്പോഴും ഇങ്ങനെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു അന്റാർട്ടിക്ക പോയ വീഡിയോ ഇതിനകം വൈറലായിരുന്നല്ലോ. ആ സമയത്ത് ഒരുപാട് ചെലവ് ഉള്ളൊരു പ്രോസസ് ആയിരുന്നു അത്. പാകിസ്ഥാനിലും എത്ര ചെലവുണ്ട്, എങ്ങനെയാ അതിന്റെ ഒരു കോസ്റ്റ്? പാകിസ്ഥാനിൽ ശരിക്കും ഭയങ്കര ചീപ്പാ. ആണോ? അങ്ങോട്ട് പോകാനും നമുക്ക് വിസ ബാക്കി കാര്യങ്ങൾ? വിസക്കൊന്നും അത്ര വലിയ പൈസ ഒന്നുമില്ല, ഭയങ്കര ചീപ്പാണ്. പക്ഷെ നമ്മളെ കൊണ്ടുപോയ ഏജൻസികൾ ഇടനിലക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് ഭയങ്കര പൈസ മേടിക്കുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് നമുക്ക് പാകിസ്ഥാനിൽ ചെന്നാൽ ഭയങ്കര ഒട്ടും പൈസ ഇല്ല അവിടെ, ഭയങ്കര വാല്യൂ കുറവല്ലേ, നമ്മളെക്കാളും കുറവാണ്. അപ്പോൾ ചെറിയ പൈസക്കൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങോട്ട് കടന്നു കിട്ടാന്നൊക്കെ ഉള്ളൊരു അതൊരു വലിയ കടമ്പയാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പലരും പറയും പാകിസ്ഥാന്റെ എന്താണ് വിസ സ്റ്റാമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് വേറെ രാജ്യങ്ങൾ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവും, അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും. കുറെയൊക്കെ ഒരു മിഥ്യാധാരണയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ പോയി, ഹോങ്കോങ് പോയി, നമ്മുടെ ഫിലിപ്പീൻസ്, ബ്രൂണൈ, തായ്ലൻഡ്, UAE, പാകിസ്ഥാന് ശേഷം കുറെ ഞാൻ എത്ര രാജ്യങ്ങളിൽ പോയി. അതും പലതും വിസ ഓൺ അറൈവൽ രാജ്യങ്ങളുണ്ട്, വിസ അപേക്ഷിച്ച പോയ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കാണാലോ, പാസ്പോർട്ട് തുറക്കുമ്പോൾ കാണാം. എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എങ്ങനെയായിരുന്നു ഇപ്പൊ ലാഹോർ പോയി ഇസ്ലാമാബാദ് പറയുന്ന മെയിൻ 2 സിറ്റിയാണ് നമ്മൾ കവർ ചെയ്തത്, ലാഹോറും ഇസ്ലാമാബാദും. ഇസ്ലാമാബാദാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി. അപ്പൊ നമ്മൾ വാഗാ ബോർഡർ ക്രോസ് ചെയ്ത് ഫസ്റ്റ് ചെല്ലുന്നത് ലാഹോറിലോട്ടാണ്. ഒരു 20-22 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, തൊട്ടടുത്തല്ലേ. അപ്പൊ അവിടെ പോയി, അവിടെയാണ് മെയിനായിട്ട് നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തത്. പ്രത്യേകിച്ച് അവിടുത്തെ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റി. അതൊക്കെ സ്പെഷ്യലായിട്ട് പെർമിറ്റ് എടുത്തിട്ടാണ് പോയത്. നമുക്ക് വിസ തരുമ്പോൾ തന്നെ വിസയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുള്ളത് കൊണ്ടാണോ ആയിരിക്കും, എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. ഇപ്പം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പൊ അവിടെ നിന്ന് വരുന്ന ആൾക്കാർ ഇന്ന കറക്റ്റ് സ്ഥലങ്ങൾ മാത്രം പോവാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും, ആ സ്ഥലം വിസിറ്റ് ചെയ്ത് പോവാന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കണം. ഇപ്പൊ എങ്ങനെയാണ് അവിടെ പോയതിനു ശേഷം അവിടെയുള്ള ആളുകളുടെ ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇവര് പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ലോക്കലി ഇറങ്ങി നടക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ കാണുമ്പോൾ അവിടെ ഉള്ളവരും വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെയും ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവര് അത് നമ്മളിൽ ആരോ ആണെന്നാണ് അവർ വിചാരിക്കണം. അപ്പൊ എവിടെന്നാ വന്നേന്നൊക്കെ എന്നെ കാഷ്വലി ആയിട്ട് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവര് തന്നെ ഞെട്ടിപ്പോവാ. ചിലർ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, നിങ്ങളുടെ നാട് വരാൻ വിസ കിട്ടത്തില്ല എന്നൊക്കെ വിഷമം പറയുന്ന ആൾക്കാരുണ്ട്. വളരെ എങ്ങനെയാണ് അവിടുത്തെ ഒരു ദൈനംദിന ജീവിതം എന്നൊക്കെ പറയുന്നത്? അത് എന്ന് വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് അവിടെ വരാം. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഭാഷയിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കൾച്ചറൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ ഉണ്ട് ചില ഏരിയയില്. അങ്ങനെ പിന്നെ ഡ്രസ്സിൽ വ്യത്യാസമുണ്ട്. പാകിസ്ഥാനികളുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ട്, ജുബ്ബ പോലത്തെ, അത് അവരുടെ ദേശീയ വസ്ത്രമാണ്. മിക്കവരും അതാണ് ഇട്ടേക്കണം. പിന്നെ ഇനി നമ്മൾ ഭയങ്കര ലോക്കലി പോയപ്പോഴാണ് കാളവണ്ടിയും കുതിരവണ്ടിയും കഴുതവണ്ടിയും ഒക്കെ യൂസ് ചെയ്യുന്ന, ഇന്നും അത് മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. പ്രത്യേകിച്ച് മാർക്കറ്റുകളിലൊക്കെ പോയപ്പോൾ കുറച്ച് ദാരിദ്ര്യാവസ്ഥ ഉള്ളതായിട്ട് തോന്നും. എന്നാൽ 2 സൈഡും ഉണ്ട്, കുറച്ച് റിച്ചസ്റ്റ് സൈഡും ഉണ്ട് ഇവർക്ക്, എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ. ഇപ്പൊ നമ്മൾ ലാഹോറിൽ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയി. അപ്പൊ അവിടെ നൈറ്റ് ലൈഫ് ഉണ്ടെന്നുള്ളത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഭയങ്കര രസമാണ്. കൂടുതലും അതിനകത്ത് സ്ത്രീകളെ, ഫാമിലി ആയിട്ട് വരുന്നവർ, കുട്ടികളായിട്ട് വരുന്നവരൊക്കെയാണ് കൂടുതലും. അപ്പോൾ അവര് ഇതുപോലെ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി ഒക്കെയാണ് എല്ലാരും വരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സാധാരണ എല്ലാരും നടക്കില്ലേ, അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്ന സ്ത്രീകളൊക്കെ കാണാം, കുട്ടികളുണ്ട്. പിന്നെ അവിടെ ഞാൻ ചെല്ലുമ്പോ ഒക്കെ ഒരു മറ്റേ ഗസൽ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ലൈവായിട്ട് പാടുന്ന ഒരാള്, അപ്പൊ അതിന് ചുറ്റും ഒരുപാട് പേര് ഇരിക്കുന്നു. വലിയ വലിയ റെസ്റ്റോറന്റുകൾ, റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിൽ നമ്മൾ കയറി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലമൊക്കെ. അപ്പൊ അത്
വളരെ രസമുള്ള നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ട് ആ ഏരിയയിൽ. പിന്നെ ഇവിടുത്തെ ഇവര് ആംബിയൻസ് സെറ്റ് ചെയ്യണ കുറച്ച് നല്ലതായിട്ട് തോന്നി. ഓക്കെ. കാരണം ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ഭയങ്കര ആംബിയൻസാ, ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അങ്ങനെ നല്ല രീതിയിലുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വേറൊരു കാര്യമുണ്ട്. എനിക്ക് 3rd എപ്പിസോഡിലെങ്ങാണ്ടാ പറഞ്ഞത്, ഒരു ഇടവഴിയിലൂടെ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഒരു ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവർ ടച്ച് ചെയ്താൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു റൂള് ഉണ്ട് അല്ലേ? അങ്ങനെ വിചിത്രമായിട്ടുള്ള എന്തെങ്കിലും റൂൾ? അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു കഥ പോലെ എന്തോ ഒരു സംഭവം തോന്നുന്നു. ചെറിയൊരു ഇടനാഴി, അത് രണ്ടുപേർക്ക് മുട്ടാണ്ട് നടക്കാൻ പറ്റില്ല, ഒരാളിങ്ങനെ ഒതുങ്ങി കൊടുക്കണം. അപ്പൊ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ മുട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും എന്നൊക്കെയുള്ളൊരു ഒരു അവിടുത്തെ ആളുകളുടെ ഒരു വിശ്വാസം പോലെ. ചുമ്മാ ഒരു കഥയത്, ഒരു രസമായിട്ടുള്ള സംഭവം. അവരാണോ പറഞ്ഞത്? അത് അവര് പറഞ്ഞു തന്നാ ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. ഷാദിക്ക വാലി ഒരു പേര് പറഞ്ഞായിരുന്നു, മൈരിയ മറന്നുപോയി. ഗല്ലി, അങ്ങനെ ഒരു ഷാദിക്ക ഗല്ലി, അങ്ങനെ എന്തൊരു പേര്. അപ്പൊ അവിടെ ആളുകളുടെ ഒരു അപ്രോച്ച് എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മൾ ഈ പഹൽഗാം അറ്റാക്കിന് മുമ്പാണ് പോകുന്നതെന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു ബോർഡർ ക്രോസിംഗ് ഒക്കെ പറ്റുണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഞാനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ നിന്ന് ആളാന്ന് പറയുമ്പോ ഇവര് പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് ഈ ഇന്ത്യ ഭയങ്കര അതിശയമായിട്ട് അവര് പറയും. ശരിക്കും പേടി അങ്ങനെ എനിക്ക് ചെറിയ, നമ്മൾ ഇതൊക്കെ കേട്ടിട്ടാണല്ലോ പോകുന്നത്, മൊത്തം പ്രശ്നമെന്ന് കേട്ടിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവര് ഭയങ്കര സ്നേഹത്തോടെ തന്നെ നമ്മള് പെരുമാറുന്നത് ഭൂരിപക്ഷം പേരും. പക്ഷെ അവരൊക്കെ സാധാരണക്കാരാ, അവർക്ക് ചിലപ്പോൾ വേറെ ചിന്തകളൊന്നും ഇല്ലായിരിക്കും. മനസ്സിലായി. അപ്പൊ അവര് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരേ ഇത്, ഫുഡ് ഏറ്റവും ദരിദ്രനാണെന്ന് തോന്നുന്ന ആള് പോലും ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് പറയുന്ന ആ ഒരു സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരാണ്. ചിലവര് ഇതിന്റെ ഇടയില്, ഞാൻ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ ഭയങ്കര പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലല്ല, ചുമ്മാ ഒരു ഇങ്ങനെ അങ്ങനെ വന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ അങ്ങനെ അതൊന്നും നമ്മുടെ ഡിലീറ്റ് ചെയ്യണം. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഷെറിൻ പോയി 10ഓളം വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മുടെ പല സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് കേട്ട് പല തരത്തിലുള്ള പോസിറ്റീവ് കമന്റുകളുണ്ട്, ഓഫ് കോഴ്സ് ഷെറിന്റെ വീഡിയോയിലുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റുകളും വരുന്നുണ്ട്. അപ്പൊ അതിനോടൊക്കെയുള്ള ഒരു പ്രതികരണവും കൂടി ഷെറിന്റെ. ഞാൻ അതൊന്നും കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ചിലവര് വീഡിയോ ഒക്കെ ആയിട്ട് ഇറക്കുന്നുണ്ട്. കാരണം നമ്മളൊരു രാജ്യം പല രാജ്യങ്ങളും കാണാൻ പോകുന്ന കൂട്ടത്തിൽ എന്ന് വെച്ചാൽ അത് അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. അപ്പൊ അവര് ചിന്തിക്കുന്ന പോലെ നമ്മളും ചെയ്യണമെന്നാണ് അവര് വാശി പിടിക്കുന്നത്. അത് ശരിയായിട്ടൊരു കാര്യമല്ലല്ലോ. ഇപ്പൊ കുറെ പേര് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇമെയിൽ അയക്കുക, മെസ്സേജ് അയക്കുകയൊക്കെ ഉണ്ട്. രാജ്യദ്രോഹിയാണല്ലോ പാകിസ്ഥാനിൽ പോയാൽ പിന്നെ അങ്ങനെയാണെന്നുള്ളൊരു അങ്ങനെ. പക്ഷെ ഭയങ്കര ഞാൻ ഇതിലും കൂടുതൽ നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര നെഗറ്റീവ്സ് വന്നില്ല. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഈ സ്ഥലം കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അറിയാത്ത ഈ രാജ്യത്തെ ഈ സാധാരണക്കാരുടെ ജീവിതമൊക്കെ കാണണമെന്ന്. കാരണം ഒരു കാലത്ത് ഇത് ഇന്ത്യയുടെ ഒക്കെ ഭാഗമായിട്ടിരുന്ന സ്ഥലം 47 വേറൊരു രാജ്യമായിട്ട് പോയി. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ വല്ല വിദേശ വ്ളോഗേഴ്സിന്റെ വീഡിയോ എടുത്ത് കാണണം. അപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരു വീഡിയോ വരാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൂടുതലും അത് ആ സ്ഥലം കാണാനൊരു ആഗ്രഹം ഉണ്ടാവും. ഭൂരിപക്ഷം പേർക്ക് അതായിരുന്നു തോന്നണം. എനിക്കൊന്ന് സന്തോഷ് സാറിന് ഇതുവരെ പോകാനായിട്ട് പറ്റിയില്ല, സാറ് പോകണം എന്ന് എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു സ്ഥലം കൂടിയാണ്. സന്തോഷ് സാറിന്റെ ഒരു റെസ്പോൺസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ റെസ്പോൺസ് ആയിട്ട് അറിയത്തില്ല. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂല് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല കാരണം വിസ കിട്ടാൻ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് കൊടുത്താലും വിസ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അറിയത്തില്ല. പിന്നെ അവിടെ നിന്നുള്ള ഇൻവിറ്റേഷൻ ഒക്കെ വേണം, അവിടുത്തെ ഒരാളെ പരിചയം വേണം, അയാളെ നമ്മൾ ഇൻവിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി മൊത്തം അയാൾക്കായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു വിസയുടെ കാര്യത്തിൽ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ. അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മളിത് ഗ്രൂപ്പിന്റെ ഒപ്പം ഒരു തീർത്ഥാടന രീതിയിലാണ് പോയത്. നമുക്ക് പിന്നെ എങ്ങനെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയായാലും കുഴപ്പമില്ല, സ്ഥലത്ത് പോയാൽ മതി, സ്ഥലം കണ്ടാൽ മതി എന്നുള്ളൊരു രീതിയായിട്ട് അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചത്ര നെഗറ്റീവ്സും വന്നിട്ടില്ല. പക്ഷെ ഒരിടക്ക് ഞാൻ ഇസ്രായേൽ പോയപ്പോ എനിക്ക് വീഡിയോ തന്നെ നിർത്തിയൊക്കെ ഉണ്ട് വന്നു. അത്രയും നെഗറ്റീവ്സ് ആയിരുന്നു, ഭയങ്കര ചീത്തവിളിയും പോലും. അത് നമ്മളായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ കിടക്കുമ്പോഴാണ് ഇതിന് ഈ പാകിസ്ഥാൻ വീഡിയോ വരുമ്പോൾ ഇതിലും വലിയ പ്രശ്നം നടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒട്ടും ഇതുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് അറിയാം അതൊരു കോമൺ സെൻസ് ആണ്. ഒരു സ്ഥലത്ത് പോകുന്നു, ആ സ്ഥലം കാണാൻ തിരിച്ചു വരുന്നു, വേറെ രാജ്യത്ത് പോകുന്ന ആളാണ് എല്ലായിടത്തും പോകുന്ന പോലെ ഒരു രാജ്യത്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ വീഡിയോനെ മാറ്റി നിർത്തി ചോദിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഒരു വൈറലായിട്ടുള്ള
ഒരു സംഭവം എന്ന് പറയുന്നത് അന്റാർട്ടിക്ക പോയി എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ വീഡിയോ വന്നപ്പോഴാണ് ഷെറിൻ്റെ വ്ളോഗുകൾ വീണ്ടും വൈറലാകുന്നത്. എനിക്കൊന്നു പാകിസ്ഥാനികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈ അല്ലു അർജുന്റെ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ കാണുന്നുണ്ടോ നമ്മുടെ? ഉണ്ട്, അത് ഹിന്ദിയിൽ ഡബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് കാണുന്നുണ്ടാവും. അവർ ഇന്ത്യൻ സിനിമയൊക്കെ എനിക്കൊന്ന് ഒരുപാട്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലായാലും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് മറ്റേ ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വയ്ക്കും. അപ്പൊ അവർക്ക് ഇന്ത്യൻ സിനിമകൾ, പ്രത്യേകിച്ച് ഹിന്ദി പടങ്ങൾ അവരെല്ലാരും കാണുന്നുണ്ട്. പലരും ഈ പുഷ്പ കണ്ടിട്ടുണ്ട്, ഹിന്ദി വെർഷൻ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോ ഇന്ത്യനാന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യനാന്നും കൂടി പറയുമ്പോൾ ഇവർക്ക് അറിയാം സൗത്ത് ഇന്ത്യൻ മൂവിയാണ്. അപ്പൊ അല്ലു അർജുന്റെ പടം ഇതും കാണിച്ചു തരും, പിള്ളേരടക്കം കുട്ടികളടക്കം ഇങ്ങനെ കാണിക്കും. അത് ഞാൻ തന്നെ ഞെട്ടിപ്പോയതാ, പാകിസ്ഥാനിൽ ഈ ഇന്ത്യൻ പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തത് നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഒരു, ആക്ച്വലി ഞാൻ നോർത്ത് കൊറിയയും കൂടി നമ്മുടെ പോവായിരുന്ന വെച്ചാണ്. അവർ 2020 ഇത് ക്ലോസ് ചെയ്തായിരുന്നു, കൊറോണക്ക് ആ സമയത്ത് ബോർഡർ മൊത്തം അടച്ചു. 5 വർഷത്തിന് ശേഷം അവര് ബോർഡർ ഓപ്പൺ ആക്കി, അതായത് 2025 മാർച്ചില്. ഫസ്റ്റ് ട്രിപ്പ് ഞാനും അതിനകത്ത് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രിപ്പില് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കയറി ഒരു സ്ഥലം കണ്ട് തിരിച്ചു പോന്നു. ഞാൻ ആ സമയത്ത് പാകിസ്ഥാനിൽ ഇരിക്കുകയാണ്, അതാണ് എനിക്ക് ഫസ്റ്റ് ട്രിപ്പിൽ കയറാൻ പറ്റാതെ. സെക്കൻഡ് ട്രിപ്പിലാണ് ഞാൻ ഇരിക്കണത്. പക്ഷെ ഇവര് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോ തന്നെ വീണ്ടും ബോർഡർ ക്ലോസ് ചെയ്ത്, ഇന്നുവരെ അത് തോന്നിട്ടില്ല. സെക്കൻഡ് ട്രിപ്പിലായിരുന്നു ഞാൻ, അതുകൊണ്ട് ആ ട്രിപ്പും ഇതുവരെ നടന്നില്ല. ഇനി നോർത്ത് കൊറിയയും കൂടി നമ്മള് കവർ ആയാനെ. മനസ്സിലായി. എന്തായാലും കുറേ രാജ്യങ്ങളൊക്കെ കറങ്ങിയിട്ടുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടിപ്സ് ഒക്കെ നമുക്ക് അറിയാനുണ്ട് ഷെറിൻ്റെ അടുത്തുനിന്ന്. എനിക്ക് തോന്നുന്നു ഈ ഒരു യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പൈസ അതിനു വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൊഫഷൻ, ജോബ് എന്നുള്ളത് ഇപ്പം ഇതാണ് ഷെറിൻ്റെ വർക്ക്. ഞാൻ ഫുൾ ടൈം ബ്ലോഗറാണ്, നമുക്ക് ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ശരിക്കും ഇത് പ്രൊഫഷനാണ്. എനിക്ക് നമ്മുടെ നാട്ടിൽ മാത്രം അങ്ങനെ അംഗീകരിച്ച് വരാൻ ഇത്തിരി സമയം എടുക്കും. പക്ഷെ ലോകത്തെല്ലായിടത്തും ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ മുന്നോട്ട് വന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ന്യൂസ് ഇത് കണ്ടായിരുന്നു, ഇന്ത്യയുടെ GDP-യിലേക്ക് 16,000 കോടി രൂപയാണ് യൂട്യൂബ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഡോളേഴ്സ് ആണ്, ഇപ്പൊ വിദേശ നാണയം കൂടിയാണല്ലോ വരുന്നത്. എനിക്ക് അമേരിക്കൻ ഡോളറാണ് സാലറി, മറ്റേ യൂട്യൂബ് പരമായിട്ട് വരുന്നത്. അതായത് നമ്മള് വിദേശികൾ, പ്രവാസികൾ ചെയ്യുന്ന അവര് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നെ. പക്ഷെ അതിന്റെ ഒരു അംഗീകാരമൊന്നും വേണ്ട. പക്ഷെ ഭയങ്കര ഒരു നെഗറ്റീവ് സംഭവം ഉണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ചിന്ത ആണ് ആളുകളുടെ ഫസ്റ്റ് വരാം. യൂട്യൂബ് നിർത്തിപ്പോയവന്റെ ഒക്കെ പാടി അല്ല. പക്ഷെ ഇങ്ങനെയും ചോദിക്കില്ലേ, അവൻ വലിയ യൂട്യൂബറാണ്, അവൻ കുറെ പൈസ സമ്പാദിക്കുന്നുണ്ട്, അവൻ എന്തു ആവാലോ എന്നുള്ളൊരു തോന്നലും ഉള്ള ആളുകളുണ്ടല്ലോ. അല്ല, രണ്ട് രീതിയിലുണ്ട്. ചിലർക്ക് പെട്ടെന്ന് പൈസ വരുമ്പോ ഭയങ്കര ഇത് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കാറ് മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിക്കുന്ന പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആവും. നമുക്ക് പൈസ കിട്ടിയാൽ ഓക്കെ, നമ്മളടുത്ത് നമ്മുടെ കാര്യം നോക്കാന്നുള്ളതാണ്. ഇത് പൊങ്ങച്ചം കാണിച്ചു കിടക്കാൻ. എന്നാൽ ഏകദേശം എന്തൊരു വരുമാനം കിട്ടും യൂട്യൂബിന്റെ? അത് ഡിപ്പെൻസ് ആണ്. നമ്മുടെ വീഡിയോ എത്ര റീച്ച് ആവുന്നു, എവിടെ ഇരുന്ന് ആൾക്കാർ കാണുന്നു, ഈ അഡ്വർടൈസേഴ്സ് എത്ര രൂപ കൊടുക്കുന്നു എന്നൊക്കെ അനുസരിച്ച് ആണ് കിട്ടുന്നത്. അതിപ്പോ കൃത്യമായിട്ടൊരു എമൗണ്ട് പറയാനായിട്ട് വലിയ പാടാ. കാരണം ഓരോരുത്തർക്കും കിട്ടുന്ന വ്യത്യസ്തമാണ്, അവർ ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പൈസ കുറവായിരിക്കും. പക്ഷെ ടെക് വീഡിയോ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോ, ഓട്ടോമൊബൈൽസ്, അത്തരം വീഡിയോകൾ വ്യൂസ് കുറവാണെങ്കിലും ഇവർക്ക് റവന്യൂ കൂടുതലായിരിക്കും. ട്രാവലിംഗ് കുറവാ, പൊതുവെ ഇത്തിരി കുറവാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ട്രാവൽ വ്ളോഗേഴ്സിനാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, ഒരു രാജ്യത്ത് പോകണം, ഭയങ്കര എക്സ്പെൻസാണ്. ഇപ്പൊ ഒരു രാജ്യത്ത് പോകണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ ചെലവ് വരും. നമുക്കത് റിട്ടേൺ കിട്ടാന്നുള്ളത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നോണ്ട് എനിക്ക് ഇന്നേ വരെ നഷ്ടം വന്നിട്ടില്ല. എങ്ങനെ ഈ പൈസയൊക്കെ ഒന്ന് കൂട്ടി വെക്കണം, അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ പ്ലാൻ ടിപ്പോ ഒന്ന് പറയാനുണ്ടോ? അത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പം നമ്മളൊരു രാജ്യത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര തുക വരുമെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ തായ്ലൻഡിൽ പോകണമെങ്കിൽ നമുക്കൊരു 50,000 രൂപ വേണം. ഈ 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഭയങ്കര സിമ്പിളാണ്. ബാങ്കിൽ RD ഉണ്ട്. നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടണമെങ്കിൽ അതിനകത്ത് ഒരു 1,000 രൂപ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സമയമാകുമ്പോൾ ഒരു 50,000 രൂപ ആവും, മെച്ചൂറാവും. നമുക്ക് ട്രിപ്പ് പോയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാം. സംഭവം അത്രയുള്ളൂ. ഞാൻ ഈ അന്റാർട്ടിക്ക ട്രിപ്പിന് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് പൈസ ഞാൻ വേറൊരു രീതിയാണ് ഫോളോ ചെയ്തെങ്കിലും
സെയിം കൺസെപ്റ്റ് ആണ്. ഓക്കെ. ഇങ്ങനെ പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ആണ് പോകുന്നത്. പോകുന്നത്. എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ അതിന് മുമ്പ് നടത്താറുണ്ടോ? പോകുന്നതിന് മുമ്പൊക്കെ ആയിട്ട്? ഉണ്ട്. ഞാൻ റൂട്ട് പ്ലാൻ ചെയ്യണം, ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം. ആദ്യം ലിസ്റ്റ് എടുക്കും സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന്, ഏതൊക്കെ സിറ്റി പോകണം. ഞാൻ മിക്കവാറും എൻ്റെ രാജ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു രാജ്യം കവർ ചെയ്തിട്ട് വരാറ്. ഒരു അറ്റവും മൂലം കാണുന്നൊക്കെ ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പാകിസ്ഥാൻ, നമുക്ക് പറ്റില്ല എല്ലാം കൂടി പോകാൻ, അരിച്ചു പറക്കണ പോലെ പറ്റണില്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമുള്ളൂ. ഇപ്പൊ നമ്മൾ പോകുന്ന മിക്ക രാജ്യങ്ങളും എല്ലാ സ്ഥലവും സിറ്റി അരിച്ചു പറക്കിട്ടേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ലിസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. ഈ സിറ്റിയിലോട്ട് നമ്മൾ എത്തുന്നു, ഈ സിറ്റിയിൽ എന്തൊക്കെ കാണണം, അപ്പൊ എത്ര ദിവസം വേണ്ടി വരും എന്നൊരു പ്ലാൻ കിട്ടും. പിന്നെ നെക്സ്റ്റ് സിറ്റിയിലോട്ട് എങ്ങനെ ബസ്സിന് പോകണോ ട്രെയിനിന് പോകണോ, അവിടെ എന്തൊക്കെ കാണണം, അപ്പൊ അവിടെ എത്ര ദിവസം വേണം. അപ്പൊ അങ്ങനെ ഒരു ഡേയ്സ് നമുക്ക് കിട്ടും. ആ ഡേയ്സിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു 1-2 ദിവസം എക്സ്ട്രയും കൂടി ഇടും. എന്നിട്ട് ഞാൻ റിട്ടേൺ ടിക്കറ്റും പ്ലാൻ ചെയ്യും. കറക്റ്റ് ആ റിട്ടേൺ ടിക്കറ്റ്, ആ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എനിക്ക് വരാൻ പറ്റും. ഇതുവരെ പ്ലാനിങ് നമുക്ക് എന്തായാലും വേണം അല്ലേ? ഇൻ കേസ് വല്ല ഫ്ലൈറ്റ് ഡിലേ ആവുക, വല്ല സ്റ്റക്കായി പോവുക. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ട്രിപ്പ് നടത്തിയ സമയത്ത് 5 ദിവസം മഞ്ഞിടിഞ്ഞ് വീണ് ലഡാക്കിൽ വെച്ചിട്ട് സ്റ്റക്കായി പോയി. അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു. അത് പിന്നെ അങ്ങനെ അപ്പൊ അങ്ങനത്തെ കേസൊക്കെ വന്നാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം നോർമലി ഫുൾ പ്ലാൻ ചെയ്തിട്ട് പോകണം. അതിന് സ്ഥലങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിട്ട് തന്നെ പോകണം. ആണല്ലേ? ശരിക്കും ഒറ്റയ്ക്കാണല്ലോ ഓരോ വീഡിയോയിലും പോകുന്നത്. പല ആളുകളുടെ കൂടെ ഗ്രൂപ്പിന്റെ കൂടെ പോകുന്നുണ്ടെങ്കിലും ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഈ ഒറ്റയ്ക്ക് പോകുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് രണ്ടും? എനിക്ക് ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടം. കാരണം നമുക്ക് സ്വന്തമായിട്ട് പോവാ. വേറെ തലവേദനയൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ പോകുന്നു, വീഡിയോ എടുക്കുന്നു. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഗ്രൂപ്പായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഓരോ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോകുന്ന നമ്മൾ അങ്ങനെയും പോകാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും പല രാജ്യങ്ങളും കാണാന്നുള്ളതാണ്. അപ്പൊ ഏത് രീതിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മൾ പോകും. പക്ഷെ കൂടുതൽ ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. എന്താ അതുകൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ ദോഷം? അത് ഞാൻ പൊതുവേ അങ്ങനെ ഒരു പ്രകൃതമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെ ഇപ്പൊ ഈ വ്ളോഗ് ചെയ്ത് ഞാനാരോടും അങ്ങനെ മിണ്ടത്തില്ല. അതിപ്പോ വന്നതാ. ഇപ്പൊ ഈ കുറച്ച് വർഷങ്ങളായിട്ടുള്ള അങ്ങനെയൊക്കെ മിണ്ടി സംസാരിച്ചു. വ്ളോഗ് തുടങ്ങിയപ്പോഴത്തേക്കും സംസാരിച്ച ആ ഒരു ശീലമായിട്ട് ഞാൻ വ്ളോഗ് തുടങ്ങിയത് തന്നെ എനിക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് പബ്ലിക്കിൽ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര പാടാ. അതുപോലെ ഞാൻ പൊതുവെ ഒരാളെ ചെന്ന് അങ്ങോട്ട് ഒന്ന് പരിചയപ്പെട്ട് മിണ്ടൊന്നുമില്ല. ഞാനൊരു മൂലക്ക് ഇരിക്കുന്ന ഒരു ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കലേ ഉള്ളൂ. ഇപ്പോഴൊക്കെയാണ് അങ്ങോട്ട് ഒന്ന് പരിചയപ്പെട്ട് ഞാൻ വർത്താനം പറയലൊക്കെ ഈ ഇടക്ക് തുടങ്ങിയ പരിപാടിയാണ്. അതൊക്കെ ഈ വ്ളോഗിങ് യാത്രകളിൽ നിന്നൊക്കെ വന്ന് പഠിച്ച പാഠങ്ങളൊക്കെ. പണ്ട് ഇതുപോലെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഞാൻ തന്നെ വിൽ പവർ ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിലും മൊബൈലും പിടിച്ച് വലിയ ട്രൈപോഡ്. ഇപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ഇപ്പോഴും കിടപ്പുണ്ട്, 8 വർഷം മുമ്പ് കണ്ടുള്ളൂ. ഫോട്ടോ വെച്ച് ബീച്ചിലൊക്കെ പോയിട്ട് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് തന്നെ സംസാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ചാണ് നമ്മളത് മാറ്റിയെടുത്തത്. അത് പക്ഷേ നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ വീഡിയോ ആണ്. അപ്പൊ ആളുകളെ നമ്മൾ ഫോക്കസ് അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു ആ സമയത്ത്. ശരിക്കും എന്താണ് ഈ ട്രാവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യാത്ര ചെയ്യുന്നത് എന്തിനാ? അറിവ് നേടാനോ ചില സ്ഥലം കാണാൻ വേണ്ടിയോ മാത്രമാണോ? ഇല്ല, നമ്മള് ശരിക്കും ഇതൊരു എഡ്യൂക്കേഷൻ കൂടിയാ. നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാണെങ്കിൽ ഓരോ രാജ്യം ഓരോ ഡിഗ്രി എടുക്കാന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അത് നമ്മള് ഇപ്പൊ സ്കൂളിൽ പഠിക്കണേക്കാളും കൂടുതൽ അറിവുകൾ കിട്ടും. ഇതിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല. ഇപ്പൊ പോയ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ സ്ഥലം എന്തായാലും പോകണം, ഇവിടെ നിന്ന് നമുക്ക് എഡ്യൂക്കേഷനിലെ ആണെങ്കിലും അല്ലെങ്കിലും കാണാൻ മനോഹരമായിട്ടുള്ള രാജ്യമാണ് എന്നൊക്കെ തോന്നിക്കുന്ന പ്രേക്ഷകരോട് പറയാൻ പറ്റുന്നൊരു സ്ഥലവും രാജ്യം? അങ്ങനെ കുറെ ഉണ്ട്. ഓരോ രാജ്യത്ത് അത് പിന്നെ ഒരു കേസുള്ളത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ രീതി അനുസരിച്ചാണ് പോണത്. ഇപ്പൊ ചിലർക്ക് ഭയങ്കര ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ഈജിപ്ത് പോകണം. കാരണം അവിടുത്തെ മ്യൂസിയം കയറണം. അതുപോലെ തന്നെയാണ് പിന്നെ ഇസ്രായേൽ ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. പക്ഷെ ഒരാൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് രീതിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന തായ്ലൻഡ്, എല്ലാ ടൈപ്പുള്ള എന്റർടൈൻമെന്റും ഉണ്ട്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്, ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന.
അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ചിലർക്ക് മല കയറാനാണ് പോകണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പോകണ്ട, ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ. അതാ ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. നമ്മളിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഒരു രാജ്യത്തേക്ക് മാത്രമല്ല പോവുക. അപ്പോൾ സഞ്ചാരം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തുള്ളൊരു സ്ഥലമാണെങ്കിലും പോവുക. അപ്പോൾ ഇന്ത്യയിലുള്ള കുറേ സ്ഥലങ്ങൾ കാണുക. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഒക്കെ അങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഷെറിന്റെ വ്ളോഗിൽ തന്നെ ഐസ് വാൾ അല്ലേ. ഞാനത് പറയാൻ വന്നായിരുന്നു. നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട സ്ഥലമാണ് ഐസ് വാൾ, മിസോറാമിന്റെ ക്യാപിറ്റല്. ഭയങ്കര രസമാണ് ആ സിറ്റിയാണ്. ഫുള്ള് മലയിലാണ് സിറ്റി ഉണ്ടാക്കി വെച്ചാണ്. അയ്യോ, അത് കണ്ട അത്ഭുതപ്പെട്ടു. ഇന്ത്യ തന്നെയാണെന്ന് നമ്മൾ ആലോചിക്കും. അത്രയും ഭംഗിയാണ് ആ സ്ഥലം. പിന്നെ ആൾക്കാർ നല്ലതാണ്. പിന്നെ പ്രായമുള്ളവർ മാത്രം ഇത്തിരി ഇതുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പക്ഷെ ഭയങ്കര അച്ചടക്കമൊക്കെ ഉള്ള സ്ഥലമാണ്. വണ്ടി ക്യൂ വലിക്കണ നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റേ ഭയങ്കര എന്റെ ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലാ. ആളുകള് മറ്റേ ഓവർടേക്ക് ചെയ്ത് ഇടക്ക് കയറി പോകത്തില്ല, കറക്റ്റ് ക്യൂ വലിച്ചേ പോകത്തുള്ളൂ. ആ ഡിസിപ്ലിൻ സിസ്റ്റം ഒക്കെ കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്. ആ സിറ്റി അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ആണെങ്കിലും നല്ല ക്ലൈമറ്റാ. ഒരു മലമ്പ്രദേശമാണ് ഫുള്ള് കംപ്ലീറ്റ്ലി. നമ്മുടെ ഇടുക്കി പോലെയൊക്കെ ഇരിക്കും, എന്നാ ഫുള്ള് സിറ്റിയാണ്. ഈ മലയിൽ മൊത്തം വീടുകൾ. ഇപ്പൊ എന്തായാലും ആ ഒരു എങ്ങനെയാണ് പോകേണ്ടത്, ബഡ്ജറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരുപാട് പേര് ഷെറിന്റെ വീഡിയോ കണ്ട് തന്നെ പല ട്രാവൽ പ്ലാനുകളും നടത്തുന്നവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോയാൽ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുക, ഇന്ത്യയിലേക്ക് എത്തുക, നമ്മുടെ വീടുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ തന്നെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആ എൻഡ് പോർഷനിലുള്ള ഒരു നോട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. കാരണം പാകിസ്ഥാനിൽ ബോർഡറിൽ പോയി, അകത്തേക്ക് പോയി, തിരിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന നിമിഷത്തിൽ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ നമ്മൾ തിരിച്ചെത്തി, ആ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒക്കെ അല്ലേ, ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ്. നമ്മളെ വീട്ടിലോട്ടല്ല വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എനിക്ക് എപ്പോഴും ട്രാവൽ ഏത് രാജ്യത്ത് പോയാലും തിരിച്ച് വീട്ടിലോട്ട് വരാം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഈ ഓരോ ട്രിപ്പ് ഭയങ്കര ഭംഗിയാവുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലം കണ്ട് ഇങ്ങനെ കിടക്കാം. പക്ഷെ എനിക്ക് വീട്ടിലോട്ട് വരാം എന്നുള്ളൊരു ചിന്തയും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും പ്രചോദനം, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകണം, എന്നിട്ട് തിരിച്ചു വരണം വീട്ടിലോട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുടെ എനിക്കുള്ളത്. എനിക്കത് ശരിക്കും ആ വീഡിയോ പാകിസ്ഥാനിൽ തിരിച്ച് ലാസ്റ്റ് വീഡിയോ 10th എപ്പിസോഡിന്റെ ലാസ്റ്റ് പോർഷൻ കണ്ടപ്പോ നമ്മുടെ സിനിമ ഉണ്ടല്ലോ, ടേക്ക് ഓഫ് സിനിമയില് ഫ്ലാഗ് കാണിക്കുമല്ലോ, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോ നമ്മൾ വന്നപ്പോ തന്നെ അത് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അവർക്കുണ്ടായിരിക്കുന്ന ഒരു റിലീഫ്, ആ ഒരു സൈ മൊമെന്റിലാണ് എനിക്ക് അതുപോലെയാണ് തോന്നിയിട്ടുള്ളത് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ പോലും കമ്മിങ് ഹോം എന്നുള്ള ഒരു ഫീലിംഗ് ആ ഒരു ഫ്ലാഗ് കണ്ടപ്പോഴത്തേക്കും കിട്ടി. ശരിക്കും നമുക്ക് ഒരുപാട് പ്രചോദനം തരുന്ന ഒരുപാട് കഥകൾ പറയാനുള്ളൊരു പറ്റുന്ന ഒരാൾ കൂടിയാണ് ഷെറിൻ. ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു. എനിക്കൊന്ന് ഇനിയിപ്പോൾ ഒരുപാട് അടുത്ത പ്ലാനുകളും ഉണ്ടായിരിക്കും അല്ലേ? ഒരുപാട് പ്ലാനുകളുണ്ട്. അടുത്തത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അടുത്തത് ഇതുപോലെ നമ്മൾ കുറച്ച് വെറൈറ്റി എന്ന് വെച്ചാൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളതാണ്. പക്ഷെ അത് കുറച്ച് യൂണീക് കണ്ടന്റ് ഒക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുറത്ത് എന്താ വെച്ചാൽ വേറെ കാര്യം കൂടി പറയാം. ഞാൻ ഇങ്ങനെ മുൻകൂട്ടി പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാത്തൊരു കേസാ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഓസ്ട്രേലിയയിലെ വിസ കിട്ടിയപ്പോൾ ഞാൻ ഓസ്ട്രേലിയക്ക് വരുന്നുണ്ടെന്ന് പോസ്റ്റർ ഇട്ടു. അപ്പോൾ നമുക്ക് ഭയങ്കര വന്ന പേഴ്സണലി അയക്കുന്ന കുറെ ഭീഷണി മെസ്സേജുകൾ, നീ ഇവിടെ കാലുകുത്തരുത്, നീ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പല രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിത് ഓപ്പൺ ആയിട്ടൊന്നും പറയാറില്ല, നമ്മൾ പൊതുവെ നെഗറ്റീവ് അങ്ങനെ ഇടാറില്ല. പക്ഷെ എനിക്ക് ഇതുപോലെ ഓസ്ട്രേലിയയില് ഞാൻ അവിടെ എത്തിയിട്ട് ആ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്, പിന്നെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കുറെ സംഭവമുണ്ട്. നമ്മള് എന്ന് വെച്ചാൽ താഴെ നിന്ന് ഉയർന്നു വരുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന സെയിം സംഭവമാണ്. അപ്പോൾ ഇനി ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ പറ്റട്ടെ, ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഷെറിൻ്റെ കാണാൻ സാധിക്കട്ടെ. ഈ പറയുന്ന 195 രാജ്യങ്ങളിൽ പോയ മലയാളി എന്ന് പറയുന്ന ലേബൽ ഷെറിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്തത് താങ്ക് യു.